ലോകത്തിലെ ഒരുപാട് രാജ്യങ്ങളിലെ ഒരുപാട് മനുഷ്യരുടെ സ്വപ്നഭൂമിയാണ് അമേരിക്ക. ആ അമേരിക്കയിലേക്ക് നമ്മുടെ നാട്ടിൽ നിന്നും ഒരുപാട് ആളുകൾ കുടിയേറിയിട്ടുണ്ട്. ആ ആളുകളുടെ ആത്മീയമായ പരിപോഷണത്തിന് വേണ്ടി സീറോ മലബാർ സഭ ഷിക്കാഗോ കേന്ദ്രമാക്കി ഒരു രൂപത രൂപീകരിക്കുകയുണ്ടായി. ആ രൂപത 25 വർഷങ്ങൾ പൂർത്തീകരിക്കുകയാണ്. ആ രൂപതയുടെ രണ്ടാമത്തെ ഇടയനായിട്ട് ദൈവം നിയോഗിച്ചത് മാർ ജോയ് ആലപ്പാട്ട് പിതാവിനെയാണ്. പിതാവാണ് ഇന്ന് സീറോ മലബാർ സഭയുടെ അമേരിക്കയിലെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും പങ്കുവയ്ക്കുന്നതിനായിട്ട് നമ്മളോടൊപ്പം ചേരുന്നത്. പിതാവേ, സ്വാഗതം. നമുക്കറിയാം, അമേരിക്ക വലിയൊരു രാജ്യമാണ്. ലാറ്റിൻ സഭകളുണ്ട്, അതുപോലെ തന്നെ മറ്റു പല സഭകൾ അതുമായിട്ട് ബന്ധപ്പെട്ടതെല്ലാം ഉണ്ട്. അപ്പോൾ നമ്മുടെ സീറോ മലബാർ സഭയ്ക്ക് അവിടെ സീറോ മലബാർ സഭ ചെയ്യുന്ന പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ സീറോ മലബാർ സഭയുടെ ഒരു പ്രാധാന്യവും എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറയാമോ? റോബിനും ഈ ഷെക്കീന TV ന്യൂസിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ അഭിവാദനങ്ങളും എൻ്റെ ഹൃദയമായ സ്നേഹം ഞാൻ അറിയിക്കുകയാണ്. ഇപ്രകാരം എനിക്ക് ഒരവസരം തന്നതിന് ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ഷെക്കീന TV ഇന്ന് വളരെയധികം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്രൈസ്തവ മാധ്യമമാണ്. അതിന് എല്ലാവിധ പ്രചരണവും ഞാൻ ആശംസിക്കട്ടെ. ഷിക്കാഗോയിൽ പ്രവർത്തിക്കുന്ന സീറോ മലബാർ രൂപത 2001 സ്ഥാപിതമായത്. വളരെ നാളത്തെ നമ്മുടെ ആളുകളുടെ പ്രാർത്ഥനയുടെയും പരിശ്രമത്തിൻ്റെയും ഒക്കെ ഫലമായിട്ട് നമുക്ക് ലഭിച്ച ഒരു വലിയ ദാനമാണ് ഷിക്കാഗോ രൂപത. 2001 അത് സ്ഥാപിക്കുമ്പോൾ അതിൻ്റെ പ്രഥമ മെത്രാനായിട്ട് നിയമിതനായത് അഭിവന്യ ജേക്കബ് അങ്ങാടിയത്ത് പിതാവായിരുന്നു. പിതാവിൻ്റെ സുത്യർഹമായ അജപാലനത്തിന് ശേഷം 75 വയസ്സിൽ റിട്ടയർ ചെയ്യണമെന്നുള്ള സഭാ നിർദ്ദേശമനുസരിച്ച് അദ്ദേഹം റിട്ടയർ ചെയ്തപ്പോൾ ഞാൻ അതിൻ്റെ നേതൃസ്ഥാനത്തേക്ക് നിയോഗിക്കപ്പെടുകയാണ് ഉണ്ടായത്. അങ്ങനെ ഞാനിപ്പോൾ രൂപതയുടെ മെത്രാനായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 2001 ആരംഭിച്ച ഈ രൂപത ഈ 2025-26 കാലഘട്ടങ്ങളിൽ അതിൻ്റെ സുവർണ ജൂബിലി ആഘോഷിക്കുകയാണ്. 25 വർഷം നമ്മൾ പൂർത്തിയാകാൻ പോവുകയാണ്. ഈ 25 വർഷ കാലഘട്ടത്തിൽ ദൈവം വളരെയധികം നന്മകൾ നൽകി ഈ സമൂഹത്തെ, ഈ വിശ്വാസ സമൂഹത്തെ വളർത്തി ഇന്ന് ഈ രൂപത അമേരിക്കയുടെ മിക്കവാറും എല്ലാ സ്റ്റേറ്റുകളിലും തന്നെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ നിലവിൽ 53 ഇടവകകളും 32 മിഷൻ സ്റ്റേഷൻസും നമുക്ക് ഇന്ന് നിലവിലുണ്ട്. ഏകദേശം 70 വൈദികർ നമ്മളുടെ ഈ രൂപതയ്ക്ക് വേണ്ടിയിട്ട് ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട്. 7 വൈദികർ ഇതിനകം പട്ടം സ്വീകരിച്ച്, അവിടെ നിന്ന് തന്നെ പട്ടം സ്വീകരിച്ച് ഈ സഭയെ ശുശ്രൂഷിക്കുന്നുണ്ട്. ഇപ്പോൾ 9 വിദ്യാർത്ഥികൾ വിവിധ സെമിനാരികളിൽ അവരുടെ വൈദിക പഠന പരിശീലനം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഏകദേശം ഒരു 15,000-ഓളം വരുന്ന കുട്ടികൾ അവരുടെ കാറ്റഗിസം പ്രോഗ്രാമിലൂടെ ഇന്ന് വിശ്വാസ പരിശീലനം, ഫെയ്ത്ത് ഫോർമേഷൻ നേടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇത്രയും സ്ഥലങ്ങളിൽ നമ്മൾക്ക് ഇന്ന് വിശുദ്ധ കുർബാന ഇംഗ്ലീഷിലും മലയാളത്തിലും നമ്മൾ അർപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ആ സമീപപ്രദേശത്തുള്ള ഇവിടെ നിന്നും പോയിട്ടുള്ള നമ്മുടെ സഹോദരങ്ങൾ അത് പങ്കെടുക്കുകയും സമൂഹത്തെ വളർത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ സംതൃപ്തിയും നൽകുന്ന ഒരു കാര്യമാണ്. ഈ രൂപതയുടെ ഒരു വിസ്തൃതിയും ജനസംഖ്യയും ഒക്കെ എത്ര? ഇത് അമേരിക്ക മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു രൂപതയാണ്. നമുക്ക് ഒരു രൂപതയാണുള്ളത്. അത് ഷിക്കാഗോ കേന്ദ്രമായിട്ടാണ് അന്ന് തുടങ്ങിയത്. അതിന് കീഴിലാണ് ഈ 50 സ്റ്റേറ്റുകളും. അമേരിക്ക 50 സ്റ്റേറ്റുകൾ ഉൾക്കൊള്ളുന്നതാണല്ലോ. അപ്പോൾ ഈ 50 സ്റ്റേറ്റിലും നമുക്ക്
കുർബാന ചൊല്ലുന്നതിനോ അതിന് നമ്മുടെ കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള അവകാശവും ഉണ്ട്. അപ്പോൾ മിക്ക സ്റ്റേറ്റുകളിലും തന്നെ നമ്മുടെ സാന്നിധ്യം നമ്മൾ അറിയിച്ചിട്ടുണ്ട്. നമുക്ക് അവിടെ എവിടെയെങ്കിലും ഒരു കുർബാന നടത്തുന്ന സംവിധാനങ്ങളുണ്ട്. എന്നാലും ചില ഉൾനാടൻ സ്റ്റേറ്റുകളിലേക്ക് ഇപ്പം നമ്മൾ കടക്കേണ്ടി വന്നിട്ടില്ല. അവിടെ നമ്മുടെ സമൂഹം ഇല്ലാത്തത് കൊണ്ടും ഇനി അത് ക്രമേണ നമ്മൾ അവിടേക്കൊക്കെ പോകാൻ സാധിക്കുമായിരിക്കും. ഇപ്പോൾ മറ്റുള്ള അധികം സ്റ്റേറ്റുകളിലാണ് നമുക്ക് ഉള്ളത്. ജനസംഖ്യ എത്രത്തോളം ജനങ്ങളുണ്ട്? നമ്മളിപ്പോൾ ഏകദേശം 100,000-ഓളം ആളുകളുണ്ടെന്നാണ് നമ്മൾ കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. പിന്നെ ഇതൊരു ഫ്ലോട്ടിംഗ് കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് നമുക്ക് വളരെ ക്ലിപ്തമായ ഒരു അംഗസംഖ്യ കിട്ടുക അത്ര എളുപ്പമല്ല. എങ്കിലും 100,000-ഓളം ആളുകളുണ്ടെന്ന് വേണം നമ്മൾ ന്യായമായിട്ടും നമ്മൾ വിചാരിക്കുന്നത്. അപ്പം എല്ലാ ഇടവപ്പള്ളികളും തന്നെ വളരെ സജീവമാണ്. മിഷനുകളും വളരെ സജീവമാണ്. നമ്മുടെ ഇവിടുത്തെ പോലെ തന്നെ വിവിധ മിനിസ്ട്രികൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. കത്തോലിക്ക കോൺഗ്രസ്, വിമൻസ് ഫോറം, വിൻസെൻ്റ് പോള്, ചെറുപുഷ്പ മിഷൻ ലീഗ്, ഹോളി ചൈൽഡ്ഹുഡ്, യുവജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഡയോസിഷൻ യൂത്ത് അപ്പോസ്ലേറ്റ്, ഓൾട്ടർ സർവേഴ്സ് എന്ന് തുടങ്ങി നമ്മളുടെ ഇടവക പരിശീലനത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന എല്ലാ മിനിസ്ട്രികളും തന്നെ അവിടെ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. പിന്നെ പിതാവേ, ഈ രൂപതയുടെ ഇപ്പോൾ ഇടവകകളുമായിട്ട് സഹകരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ മലയാളികൾ മാത്രമാണോ, അതോ ബാക്കി ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് പോകുന്ന മറ്റാളുകളുണ്ട്, അതുപോലെ തന്നെ ഇപ്പോൾ ഇനി വൈറ്റ്സ് ആയിട്ടുള്ള ആളുകൾ, അങ്ങനെ എങ്ങനെയുള്ള ആളുകളാണ് നമ്മുടെ രൂപതകളുമായിട്ട് സഹകരിക്കുന്നത്? ഇപ്പോൾ നമ്മളുടെ രൂപതയുടെ അംഗസംഖ്യയിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ഇവിടെ നിന്നും അവിടെ പോയി ജോലിക്കോ പഠന സൗകര്യമോ മറ്റോ അന്വേഷിച്ച് പോയിട്ടുള്ളവരാണ് അധികവും. അവരുടെ മക്കളും അവിടെ ജനിച്ച മക്കളും അടങ്ങുന്നതാണ് നമ്മുടെ രൂപത പൂർണ്ണമായിട്ടും. എന്നാൽ ഇപ്പോൾ വിവാഹം വഴിയായിട്ടും മറ്റുമൊക്കെ മറ്റ് സമൂഹങ്ങളിൽ നിന്നും നമ്മളുടെ സഭയിലേക്ക് വന്നിട്ടുള്ളവരും ഉണ്ട്. അവർ ഇനി കുറേ കൂടി നമുക്ക് മറ്റ് ജനതകളിലേക്ക് ഇറങ്ങി ചെല്ലേണ്ടതുണ്ട്. എന്നാലേ നമ്മുടെ ആ ദൗത്യം, നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം അറിയിക്കുകയും വിശ്വസിക്കുന്നവരെ ജ്ഞാനസ്നാനപ്പെടുത്തുകയും ചെയ്യണമെന്നുള്ള ഈശോയുടെ ആ ദൗത്യം നമ്മൾ പൂർത്തിയാകണമെങ്കിൽ നമ്മൾ കുറേ കൂടി മറ്റ് സമുദായങ്ങളിലേക്കും മറ്റ് സമൂഹങ്ങളിലേക്കുമൊക്കെ നമ്മൾ ഇറങ്ങി ചെല്ലേണ്ടതായിട്ടുണ്ട്. അതിന് ഇനി കുറേ കൂടി നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. പിന്നെ പിതാവേ, ഇപ്പോൾ ദിവ്യകാരുണ്യ കോൺഗ്രസ് പോലെ ഇങ്ങനത്തെ സ്പിരിച്വലായിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാനുള്ള എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്? കഴിഞ്ഞ 3-4 വർഷമായിട്ട് അമേരിക്കൻ ബിഷപ്സ് കോൺഫറൻസ് അമേരിക്കയുടെ ഈ വിശ്വാസ വർധനവിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് ഒരു ഹിതപരിശോധന ഒരു സർവേ നടത്തുകയുണ്ടായി. ആ സർവേ പ്രകാരം ഈശോയുടെ സാന്നിധ്യത്തിൽ വിശ്വസിക്കുന്നു, ആ വിശ്വാസം പ്രഖ്യാപിക്കുന്നവർ ഏറ്റുപറയുകയും ചെയ്യുന്നവരുടെ എണ്ണം കത്തോലിക്കരയിൽ തന്നെ കേവലം 31% ഉള്ളൂ എന്നുള്ള ഒരു പഠനം വരികയുണ്ടായി. അങ്ങനെ ഉണ്ടായ പഠനത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്കൊരു യൂക്കറിസ്റ്റിക് റിവൈവൽ വളരെ അത്യാവശ്യമാണ് എന്ന് പിതാക്കന്മാർ മനസ്സിലാക്കുകയും അതിൻ്റെ വെളിച്ചത്തിൽ ഒരു 3 കൊല്ലം നീണ്ടു നിൽക്കുന്ന ഒരു റിവൈവലിന് വേണ്ടിയിട്ട് നമ്മൾ ഇടവകകളും രൂപതകളും ഒക്കെ ഒന്നിച്ചായി പല അവസരങ്ങളിൽ പരിശ്രമിച്ചതിൻ്റെ ഫലമായിട്ട് 2024 ജൂലൈ മാസത്തിൽ ഇൻഡ്യാന സ്റ്റേറ്റിൽ വെച്ച് നടത്തിയ ഒരു യൂക്കറിസ്റ്റിക് കോൺഗ്രസ്, അതിനകത്ത് അനേകം ലക്ഷം ജനങ്ങൾ വന്ന് സംബന്ധിക്കുകയുണ്ടായി. ആ യൂക്കറിസ്റ്റിക് കോൺഗ്രസ്സിൽ നമ്മൾക്ക് സീറോ മലബാർ രൂപതയ്ക്കും ഒരു വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിനുള്ള അവസരം ലഭിക്കുകയുണ്ടായി. ആ സീറോ മലബാർ സഭാക്രമമനുസരിച്ചുള്ള ആ കുർബാന അവർക്ക് ഒരു വലിയ ഓപ്പണിംഗ് ആയിരുന്നു. അങ്ങനെ ഒരു ഈസ്റ്റേൺ റൈറ്റിൻ്റെ കുർബാനയിൽ ധാരാളം പേര് വന്ന് പങ്കെടുക്കുകയും
അത് അമേരിക്കയുടെ ഈ യൂക്രിസ്റ്റിക് കോൺഗ്രസ്സിന് ഒരു വലിയ മേന്മ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൂടാണ്ട് ഇനി മറ്റ് രൂപതകളിൽ ഈ ഒരു യൂക്രിസ്റ്റിക് കോൺഗ്രസ് നടത്തുവാനായിട്ടുള്ള ആഗ്രഹം ഉണ്ട്. ഇപ്പം ഞങ്ങളാണെങ്കിൽ ഈ മെയ് മാസം 2025 മെയ് 23, 24, 25 ദിവസങ്ങളിൽ ന്യൂജേഴ്സി സ്റ്റേറ്റിലുള്ള സെൻറ് തോമസ് സീറോ മലബാർ ഫൊറോന ചർച്ച് സോമർസെറ്റിൽ വെച്ച് ഒരു 3 ദിവസത്തെ യൂക്രിസ്റ്റിക് കോൺഗ്രസ് ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിന് മേജർ ആർച്ച് ബിഷപ്പ് അഭിമന്യ റാഫേൽ തട്ടിൽ പിതാവ് ഒക്കെ വരുന്നുണ്ട്. കൂടുതൽ മറ്റു പലരും അതിന് വരും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ധാരാളം പേര് വന്ന് പങ്കെടുക്കാൻ കഴിയുന്ന ഒരു യൂക്രിസ്റ്റിക് കോൺഗ്രസ് ഞങ്ങളുടെ രൂപതയുടെ പേരിൽ ഈ ജൂബിലി വർഷം പ്രമാണിച്ച് ഈ ജൂബിലി ഈ യേശുവിൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യേ ഉണ്ട് എന്നുള്ള ആ പ്രത്യാശയിൽ ഉറച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കുകയാണ്. അപ്പോൾ ജൂബിലിയുടെ ഒരു ആരംഭമായിട്ടാണ് ഞങ്ങളതിനെ കാണുന്നത്. പിന്നെ ഈ പ്രത്യേകിച്ച് മാർപ്പാപ്പ ഈ മഹാജൂബിലി പ്രഖ്യാപിച്ചപ്പോൾ പറഞ്ഞല്ലോ, ഈ പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. അപ്പോൾ ആ പ്രത്യാശയുടെ സന്ദേശം നൽകുവാനായിട്ട് ഈ യൂക്രിസ്റ്റിക് കോൺഗ്രസ്സിന് സാധിക്കും എന്ന് ഞങ്ങൾ ന്യായമായിട്ടും വിചാരിക്കുകയാണ്. അതിനു വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 3000 അല്ലെങ്കിൽ 4000 താഴെ ആളുകൾ വന്ന് പങ്കെടുക്കും എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. മറ്റൊരു കാര്യം പിതാവേ, ഇപ്പോൾ അമേരിക്ക പോലെയുള്ള ഒരു ലിബറൽ ആയിട്ടുള്ള ഒരു സംസ്കാരം നിലനിൽക്കുന്ന സ്ഥലത്തേക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് ആളുകൾ വരുന്നു. അപ്പോൾ അവരുടെ ജീവിതം നേരിടുന്ന കുറേ പ്രതിസന്ധികളുണ്ട്. അപ്പോൾ ആ വിശ്വാസപരമായ കാര്യത്തിലാണെങ്കിലും ഇപ്പോൾ അവിടെ നമുക്കറിയാം, ഇപ്പോൾ LGBT പോലുള്ള സംഭവങ്ങളുണ്ട്, അതുപോലെ തന്നെ ഉത്തനേഷ്യ പോലുള്ള കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് ലിബറൽ മൈൻഡഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് ഇവരുടെ മക്കളെ വളർത്താനുള്ള വിശ്വാസപരമായ കാര്യങ്ങളിൽ മക്കളെ വളർത്താനുള്ള പ്രതിസന്ധികളോ അങ്ങനെ പലതും നേരിടുന്നു. അപ്പോൾ രൂപത എങ്ങനെയാണ് അതിനെല്ലാം ചലഞ്ച് ചെയ്യുകയും കൗണ്ടർ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്? നമ്മുടെ രൂപത സ്ഥാപിതമായതുകൊണ്ടുണ്ടായ ഒരു വലിയ നന്മ എന്ന് പറയുന്നത്, ഇങ്ങനെയുള്ള വിശ്വാസ വിഷയങ്ങളിൽ അവർക്ക് ഒരു ആശ്വാസം നൽകുവാനായിട്ട് നമ്മുടെ ഈ ഇടവകകളും വേദപാഠ ക്ലാസ്സുകളും വിശുദ്ധ കുർബാനയും ഒക്കെ വളരെയധികം സഹായകമാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഇങ്ങനെ ഒരു രൂപത ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്ഥിതി വളരെ പരിങ്ങലിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ നമുക്ക് അനുഭവിക്കേണ്ടി വന്നേ. എന്നാൽ ഇന്ന് നമുക്കൊരു വിശ്വാസ മേന്മ അവകാശപ്പെടുവാനും നമ്മുടെ വിശ്വാസങ്ങൾ നിലനിർത്തിക്കൊണ്ട് പോകുവാനും ആ ഒരു ജീവിതത്തിൻ്റെ തന്നെ ഗുണമേന്മ നിലനിർത്തുവാനും നമ്മളുടെ ഈ രൂപതയുടെ സ്ഥാപനം വഴി ഉണ്ടായ പല അവസരങ്ങൾ, പല സന്ദർഭങ്ങൾ, പല സംഭവങ്ങളിലൂടെയൊക്കെ നമുക്കതിന് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഒരു ക്വാളിറ്റേറ്റീവ് ഡിഫറൻസ് നമ്മളുടെ ആളുകളുടെ കുടുംബജീവിതത്തിലും വിവാഹ ജീവിതത്തിലും കുട്ടികളുടെ ഫോർമേഷനിലും പ്രാർത്ഥനാ ജീവിതത്തിലും അവരുടെ സമൂഹത്തിലുള്ള അവരുടെ ഇടപാടുകളിലുമൊക്കെ ആ ഒരു ഗുണമേന്മ ഈ സഭയുടെ പ്രവർത്തനം വഴിയായിട്ട് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതെല്ലാം പൂർണ്ണമായോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴും നമുക്ക് പൂർണ്ണമായി എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് പോരായ്മകളുണ്ട്, കുറവുകളുണ്ട്. പിന്നെ ഈ ഇവിടെ നിന്നും വളരെ കൺസർവേറ്റീവായിട്ടുള്ള ഒരു സംസ്കാരത്തിൽ നിന്നും അവിടെ വരുമ്പോൾ, ഒരു ലിബറൽ സാഹചര്യങ്ങളിലേക്ക് പെട്ടെന്ന് കടന്നു വരുമ്പോൾ സ്വാഭാവികമായും നമുക്ക് ഉണ്ടാകാവുന്ന പല വെല്ലുവിളികളും നമുക്ക് ഉണ്ട്. നമ്മളുടെ പരമ്പരാഗതമായ പല അനുഷ്ഠാനങ്ങൾ, നമ്മുടെ ജീവിത രീതികൾ, അതെല്ലാം ചോദ്യം ചെയ്യപ്പെടുന്ന അവസരങ്ങളും സാഹചര്യങ്ങളും ഉണ്ട്. അപ്പം അതിന് ഒരു പരിധിവരെയൊക്കെ നമുക്ക് പരിഹാരം കാണാനായിട്ട് ഇപ്പം നമ്മളുടെ ഈ വേദപാഠ ക്ലാസ്സുകൾ, ഫെയ്ത്ത് ഫോർമേഷൻ ആക്ടിവിറ്റീസ്, വിവിധ സംഘടനകളിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നമ്മെ സഹായിക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് നമുക്കൊരു വലിയൊരു കൂട്ടായ്മ ഉണ്ടാകാനായിട്ട് നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം അമേരിക്ക മുഴുവൻ നമുക്കൊരു നല്ല നെറ്റ്വർക്കിൽ വരാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ചും അത് കൂടുതലായിട്ടും അത് ഉപകാരപ്പെടുന്നത് നമ്മളുടെ യങ്ങർ ജനറേഷനാണ്.
മുതിർന്നവർ ഒരുവിധം ഇപ്പോൾ എല്ലാവരും ഇവിടെ നിന്ന് തന്നെ വളരെ ഫെയ്ത്ത് ഫോർമേഷൻ സിദ്ധിച്ചവരായതുകൊണ്ട് അവർക്ക് ഇനിയിപ്പോൾ അത്ര അധികം ഒരു ഫെയ്ത്തിൽ എന്തെങ്കിലും ക്ഷീണങ്ങളുണ്ടാകുമോ എന്ന് എനിക്ക് ഭയമില്ല. പക്ഷേ നമ്മുടെ വളർന്നു വരുന്ന തലമുറയ്ക്ക് ഒരു നല്ല ഫോർമേഷൻ കൊടുക്കുവാനായിട്ട് ഈ രൂപതാ സംവിധാനങ്ങൾക്ക് കഴിയേണ്ടതുണ്ട്. അത് ഒരു പരിധിവരെ നമ്മൾ അതിനു വേണ്ടി ചെയ്തിട്ടുണ്ട്, നമ്മൾ ചെയ്യുന്നുണ്ട്. ഈ അടുത്തയിടെ നമ്മൾ ഒരു എപ്പാർക്കിയൽ അസംബ്ലി വിളിച്ചു കൂട്ടുകയുണ്ടായി. ആ എപ്പാർക്കിയൽ അസംബ്ലിയിൽ ഒരുപിടി നിർദ്ദേശങ്ങൾ, ഒരുപിടി നവീനങ്ങളായ ആശയങ്ങളൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട്. അതെല്ലാം ക്രോഡീകരിച്ച് നമുക്ക് ഈ ജൂബിലി വർഷത്തിൽ കൂടുതൽ അത് നടപ്പിലാക്കുവാനും കൂടുതൽ ഉയരങ്ങളിലേക്ക് ഈ രൂപതയെ വളർത്തുവാനും ക്രമേണ സാധിക്കും എന്നുള്ള പ്രതീക്ഷ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. മറ്റൊന്ന്, ഇപ്പോൾ രൂപതയുടെ ഇനി ഭാവിയിലേക്കുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് ഞങ്ങളിപ്പോൾ ഈ ജൂബിലി പ്രമാണിച്ച് പല കാര്യങ്ങളും ഞങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ മാർച്ച് മാസം 13-ാം തീയതിയാണ് അതിൻ്റെ ഔദ്യോഗികമായ സ്ഥാപനം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ മാർച്ച് മാസത്തിൽ തന്നെ ഞങ്ങൾ അതിൻ്റെ ഒരു ജൂബിലി ഉദ്ഘാടനം വെച്ചിട്ടുണ്ട്. അതിനെ തുടർന്ന് എല്ലാ ഇടവകകളിലും അവർ തുടർന്ന് ഏതെങ്കിലും ഒരു ഞായറാഴ്ചകളിൽ ഈ ജൂബിലിയുടെ ഉദ്ഘാടനം അതാത് ഇടവകകളിൽ നടത്തണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതനുസരിച്ച് എല്ലാ ഇടവകളിലും ഈ ജൂബിലിയുടെ ഉദ്ഘാടനം ഉണ്ടാകും. പിന്നെ രൂപതാ തലത്തിലും ഇടവക തലത്തിലും ഉപകാരപ്രദമായ പല കാര്യങ്ങളും ഉദ്ദേശിച്ചിട്ടുണ്ട്. സംഘടനാ തലത്തിലുള്ള ഒരു എംപവറിങ് നമുക്ക് ആവശ്യമാണ്. കൂടാതെ അൽമായരെ കുറെ കൂടി പ്രബുദ്ധരാക്കുവാനും സഭാ അവബോധത്തിലേക്ക് വളർത്തുവാനും കഴിയുന്ന വിധത്തിലുള്ള ക്ലാസ്സുകൾ, സെമിനാറുകൾ അതെല്ലാം സംഘടിപ്പിക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കുന്നുണ്ട്. കൂടുതൽ കൂട്ടായ്മ വളർത്താൻ കഴിയുന്ന രീതിയിൽ നമ്മുടെ ഫാമിലി യൂണിറ്റുകൾ, കുടുംബ സമ്മേളനങ്ങൾ കൂടുതൽ സജീവമാകണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ ദൈവവിളി വളർത്തുവാൻ കഴിയുന്ന കൂടുതൽ സംരംഭങ്ങൾ, യുവജനങ്ങളെ കൂടുതൽ അടുത്തറിയുവാനും അവരെ വിളിച്ചുകൂട്ടി അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുവാനും, പിന്നെ യുവജനങ്ങളുടെ ഇടയിൽ നമ്മുടെ സഭയെക്കുറിച്ചുള്ള ഒരു അറിവും ആഴപ്പെടുന്നതിനും അവർക്ക് വേണ്ടതായ സമ്മിറ്റുകൾ അല്ലെങ്കിൽ അവരുടെ റീജിയണൽ ഗാദറിങ്സ് അതിലൂടെയൊക്കെ അവരെ കുറെ കൂടി എംപവർ ചെയ്യാനായിട്ട്, അതാണ് നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ ജൂബിലി വർഷത്തിൽ നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് അവരെ എംപവർ ചെയ്യുക, അൽമായരെ എംപവർ ചെയ്തുകൊണ്ട് അവരുടെ കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സഭയെ വളർത്താനായിട്ട് കഴിയും. അമേരിക്കയിലെ ചിക്കാഗോ രൂപതയുടെ ഒരു വലിയൊരു നന്മ എന്ന് പറയുന്നത് അത് സ്ഥാപിതമായിരിക്കുന്നതും വളർന്നുകൊണ്ടിരിക്കുന്നതും എല്ലാം അൽമായരുടെ വളരെ നിസ്വാർത്ഥമായ സഹകരണത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ഫലമായിട്ടാണ് എന്ന് എനിക്ക് പറയാൻ കഴിയും അവർ വളർന്നിട്ടുള്ളത്. അവർക്ക് നേതൃത്വം നൽകുന്ന വൈദികരും അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന മറ്റ് സന്യസ്തരും അതിനെ കൂടുതൽ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്നതാണ്. ഇത്രയും നാളുകളായ പിതാവിന് അവിടുത്തെ ഇപ്പോൾ അമേരിക്കയിലെ സുവിശേഷവൽക്കരണത്തിൻ്റെ സാധ്യതകളെക്കുറിച്ച് എത്രത്തോളമാണ്, എങ്ങനെയാണ് അതിനെക്കുറിച്ചൊരു കാഴ്ചപ്പാട്? അമേരിക്ക ഒരു ക്രിസ്ത്യൻ കൺട്രി ആയിട്ടാണ് പൊതുവെ അറിയപ്പെടുന്നത്. എല്ലാത്തരം ഡിനോമിനേഷൻസും അവിടെ ഉണ്ട്. എന്നാൽ ഇനിയും ഈശോയെ അറിഞ്ഞിട്ടില്ലാത്തവരും ഈശോയുമായിട്ടൊരു ബന്ധത്തിൽ വരാത്തവരുമായ ധാരാളം പേര് അമേരിക്കയിൽ ഉണ്ട്. അപ്പോൾ നമ്മളുടെ സഭയെ ശക്തിപ്പെടുത്തുന്നതിലൂടെ കുറെ കൂടി പ്രേക്ഷിതരെ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കുക. അങ്ങനെ ആ പ്രേക്ഷിതരുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ വിപുലമായ രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് മറ്റുള്ളവരെ കൂടുതലായിട്ട് ആകർഷിക്കുവാനായിട്ട് സാധിക്കും എന്നുള്ള പ്രതീക്ഷയാണ് നമുക്ക് ഉള്ളത്. അപ്പോൾ മറ്റ് സഭകളൊന്നും നമുക്കങ്ങനെ ഒരു ഭീഷണിയായിട്ട് നമ്മൾ കാണേണ്ട കാര്യങ്ങൾ, മറ്റ് മതങ്ങളൊന്നും നമുക്കൊരു ഭീഷണിയല്ല. നമ്മൾ തന്നെ ശാക്തീകരിച്ചുകൊണ്ട് കൂടുതൽ ബലപ്പെട്ട് വളരുക എന്നുള്ളതും അങ്ങനെ വളർന്ന് മറ്റുള്ളവരെ കൂടി നമ്മൾക്ക് ആകർഷിക്കാനായിട്ട് കഴിയുക എന്നുള്ളതുമാണ് നമ്മുടെ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഒരു ആവശ്യമായിട്ട് ഞാൻ കാണുന്നത്. കൂടാതെ നമുക്കിപ്പോൾ മറ്റ് പല സ്ഥലങ്ങളിലും പ്രേക്ഷിത പ്രവർത്തനങ്ങളെ ഏറ്റെടുത്ത് നടത്തുവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. നമുക്ക് വേണമെങ്കിൽ മറ്റുള്ള പല രാജ്യങ്ങളിൽ, ഇപ്പോൾ ആഫ്രിക്ക,
അല്ലെങ്കിൽ മറ്റ് ഏഷ്യൻ രാജ്യങ്ങൾ, ഇവിടെയൊക്കെ നമുക്ക് വേണമെങ്കിൽ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ കഴിയുന്ന സാഹചര്യങ്ങൾ നമ്മുടെ സഭയ്ക്ക് ഉണ്ട് ഇന്ന് അമേരിക്കയിൽ. എന്നുവെച്ചാൽ സഭയ്ക്ക് ഇപ്പോൾ അമേരിക്കയിലെ ഇപ്പോൾ ഈ രൂപതയ്ക്ക് തന്നെ മറ്റ് രാജ്യങ്ങളിലേക്ക് കടന്നു ചെന്ന് ഇതിനെ വേണമെങ്കിൽ കടന്നു ചെല്ലാം, മിഷനെ എക്സ്പാൻഡ് ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിലേക്ക് നോക്കുന്നുണ്ടോ? അങ്ങനെ വേണമെങ്കിൽ നമ്മളിപ്പോൾ നേരിട്ട് അങ്ങനെ ഒരു അറ്റംപ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല. നമുക്ക് ഒരു സാധ്യത ഞങ്ങൾ കാണുന്നുണ്ട്. മറ്റ് രാജ്യങ്ങളിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ചില മിഷൻ സ്റ്റേഷൻസ് ഏറ്റെടുക്കുകയോ അല്ലെങ്കിൽ അവർക്ക് ഉപകാരപ്രദമായ രീതിയിൽ പല കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ അമേരിക്കൻ സഭയ്ക്ക് സാധിക്കും. പിന്നെ പിതാവ് ഷെക്കേന ന്യൂസുമായിട്ട് ആദ്യം മുതൽ ചേർന്ന് നിൽക്കുന്നതാണ്. ഇപ്പോൾ അമേരിക്കയിൽ ഷെക്കേന ഗ്ലോബൽ ന്യൂസ് തുടർന്ന് പിതാവാണ് അതിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള പിതാവിൻ്റെ ഒരു വിഷൻ എങ്ങനെയാണ്? ഷെക്കേന TV ഞാൻ ആരംഭം മുതൽ തന്നെ വളരെ അടുത്ത് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാധ്യമമാണ്. ഞാൻ അതിന് എല്ലാവിധ പരിപൂർണ പിന്തുണയും ഞാൻ എപ്പോഴും നൽകിയിട്ടുണ്ട്. നമ്മളുടെ ജനങ്ങളുടെ ഇടയിലേക്ക് നമ്മളുടെ ആശയങ്ങളും നമ്മുടെ ഇപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള ആശയങ്ങളൊക്കെ കൊണ്ടു ചെല്ലാൻ കഴിയുന്ന ഏറ്റവും അടുത്ത ഒരു മാധ്യമമായിട്ട് ഞാൻ ഷെക്കീനയെ കാണുകയാണ്. ഇന്നിപ്പോൾ അതിൻ്റെ വ്യൂവേഴ്സ് കൂടിക്കൊണ്ടിരിക്കുന്നു എന്നറിയുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമാണുള്ളത്. എല്ലാ മാധ്യമങ്ങളും അതുപോലെ നമുക്ക് സഭാപരമായിട്ട് എന്തെങ്കിലും സംഭാവന ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ ഈ സഭയുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ ഒരു മുതൽക്കൂട്ടായിട്ട് മാറണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ മാധ്യമങ്ങൾ, ഇതുപോലുള്ള TV മീഡിയകൾ വളരെ നിർണായകമായ പങ്കാണ് വഹിക്കുന്നത്. ആനുകാലികമായ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച നടത്തുക, അവരുമായിട്ടുള്ള ഒരു എൻകൗണ്ടറൊക്കെ ഉണ്ടാവുക, പിന്നെ ന്യൂസ് ഓരോ ദിവസവും സഭയിലുണ്ടാകുന്നതും മറ്റ് ലോകത്തിലുണ്ടാകുന്ന ന്യൂസ് നമുക്കത് കൃത്യമായ രീതിയിൽ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന മാധ്യമമായിട്ട് ഷെക്കീന മാറുക എന്നുള്ളതൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങളാണ്. കാരണം ഇന്ന് വളരെയധികം മായം ചേർക്കപ്പെടുന്ന ഒരു മേഖലയാണ് ഈ ന്യൂസുകളൊക്കെ. പലരും അവരുടേതായ രീതിയിലൊക്കെയാണ് പലതും വ്യാഖ്യാനിക്കുകയും അതിനെ ചിത്രീകരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ തെറ്റിദ്ധാരണകളൊക്കെ വളരെയധികം വളരാനിടയുണ്ട്. അപ്പം അതിന് സത്യം എന്താണെന്നും അതിൻ്റെ നിജസ്ഥിതി എന്താണെന്നും ലോകത്തിൻ്റെ മുമ്പിൽ പറയുവാനായിട്ടുള്ള ഒരു മാധ്യമം എന്ന രീതിയിൽ ഞാൻ ഷെക്കീനയെ വളരെയധികം ഞാൻ ആദരിക്കുകയും ഷെക്കീനയുടെ വളർച്ചയെ ഞാൻ നോക്കി കാണുകയും ചെയ്യുകയാണ്. പിതാവ് ആലപ്പാട്ട് ഫാമിലി ഒരു വലിയ ഫാമിലിയാണ്. അപ്പോൾ പിതാവിന് ഫാമിലിയിൽ നിന്നും കിട്ടിയേക്കുന്ന ആ സപ്പോർട്ടുകളും അങ്ങനെ പിന്നെ ദൈവവിളിയും അങ്ങനെ ആ ജീവിതവും പിന്നെ ഇപ്പോൾ ഷിക്കാഗോ രൂപതയുടെ ഇടയനായിട്ട് എത്തി നിൽക്കുന്ന ആ അവസരം വരെ പിതാവിന് അതെങ്ങനെയാണ് കുടുംബത്തിൽ നിന്നുള്ള ആ ഒരു സപ്പോർട്ട് അതിനെ എങ്ങനെയാണ് പിതാവ് വിലയിരുത്തുന്നത് കാണുന്നത്? ആലപ്പാട്ട് ഫാമിലി വളരെ വിശാലമായ ഒരു ഫാമിലി സമൂഹമാണ്. എൻ്റെ വീട് തൃശ്ശൂർ ജില്ലയിലെ ഇപ്പോഴത്തെ ഇരിഞ്ഞാലക്കുട രൂപതയുടെ ഒരു ഭാഗമായ പറപ്പൂക്കര എന്ന ഇടവകയിലാണ് എൻ്റെ ഭവനം. ഞാൻ ആദ്യ ബാലഘട്ടങ്ങളിലൊക്കെ പഠിച്ച് വളർന്നിട്ടുള്ളത് അവിടെയാണ്. അതിനുശേഷം ഞാൻ സെൻറ് തോമസ് കോളേജ് തൃശ്ശൂരിൽ ഞാൻ പഠിച്ചു. തോപ്പ് സെമിനാരിയിലാണ് ആദ്യം ചേർന്നത്. പിന്നീട് രൂപത വിഭജിതമായപ്പോൾ ഞാൻ ഇരിഞ്ഞാലക്കുട രൂപതയുടെ ഭാഗമായിട്ട് മാറുകയാണ് ഉണ്ടായത്. പിന്നെ എൻ്റെ കുടുംബത്തിൽ വേറെയും വൈദികരും കന്യാസ്ത്രീകളുമൊക്കെ ഉണ്ട്. അവരുടെയൊക്കെ ഒരു മാതൃകയും അവരുടെ ജീവിതം കൊണ്ട് അവർ ചെയ്യുന്ന പല നന്മകളും ഒക്കെ നോക്കിക്കാണുവാനായിട്ട് അവസരം കിട്ടിയ ഒരു വ്യക്തി എന്ന രീതിയിൽ എനിക്ക് ദൈവവിളിയോട് ഒരു ആകർഷണമുണ്ടായി. പിന്നെ അന്നത്തെ സാഹചര്യത്തിൽ നമ്മളുടെ ഇടവകയും നമ്മുടെ കുടുംബങ്ങളുമൊക്കെ ഒരു പ്രാർത്ഥനാരൂപിയിൽ വളരുവാനായിട്ടും ദേവാലയത്തോട് അനുബന്ധമായിട്ടുള്ള ഒരു സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് വളരാനും ഒക്കെ ഇടയായപ്പോൾ എനിക്കും ഇതുപോലെ ഒരു വൈദികനായി ദൈവത്തിനും സമൂഹത്തിനും സെർവ് ചെയ്യാനായിട്ട് സേവനം ചെയ്യുവാനായിട്ട് സാധിക്കുമല്ലോ എന്നുള്ള ഒരു വലിയ തീക്ഷ്ണത എന്നിലുണ്ടാവുകയും അങ്ങനെ ഞാൻ സെമിനാരിയിൽ ചേരുകയുമാണ് ഉണ്ടായത്. പിന്നെ ദൈവപരിപാലനയിൽ ഞാൻ അങ്ങനെ ദൈവവിളിയെ പിൻചെന്നുകൊണ്ട്
എൻ്റെ പഠനങ്ങളൊക്കെ പൂർത്തിയാക്കി 1981 കോട്ടയം വടവാതൂർ സെമിനാരിയിൽ എൻ്റെ വൈദിക പരിശീലനം പൂർത്തിയാക്കി ഞാൻ പട്ടം സ്വീകരിച്ചു. എനിക്ക് പട്ടം തന്നത് അന്നത്തെ ഇരിഞ്ഞാലക്കുട രൂപതയുടെ ബിഷപ്പായിരുന്ന മാർ ജെയിംസ് പഴയാറ്റിൽ പിതാവായിരുന്നു. അദ്ദേഹം ഇന്ന് യു.പി. ഇല്ല. അതിനുശേഷം ഞാൻ ഇവിടെ കേരളത്തിലെ ഈ രൂപതയുടെ അതിർത്തിയിലും അന്ന് ഇരിഞ്ഞാലക്കുട രൂപതയുടെ ഒരു മിഷനായിട്ട് പ്രവർത്തിച്ചിരുന്ന ചെന്നൈ, ഇന്നത്തെ ചെന്നൈ അന്ന് ഒരു മിഷനായിരുന്നു. ഹൊസൂർ രൂപത അന്നൊരു മിഷനായിരുന്നു. അവിടെ ഏതാനും വർഷം വർക്ക് ചെയ്യാനുള്ളൊരവസരവും എനിക്ക് ലഭിച്ചു. അതിനുശേഷമാണ് ഞാൻ അമേരിക്കയിലേക്ക് പോകുവാൻ ഇടയായിട്ടുള്ളത്. അവിടെ ചെന്ന ആ സാഹചര്യങ്ങളിൽ അവിടുത്തെ മലയാളികളുമായിട്ടുള്ള സൗഹാർദ്ദവും അവർ തമ്മിലുള്ള അടുപ്പവും അവർക്ക് ഞാൻ ചെറിയ രീതിയിലുള്ള ശുശ്രൂഷകളൊക്കെ ചെയ്തുകൊണ്ടിരുന്നതിൻ്റെയൊക്കെ ഫലമായിട്ട് 2001 ചിക്കാഗോയിൽ സിറോ മലബാർ രൂപത സ്ഥാപിതമായപ്പോൾ ബിഷപ്പ് ജേക്കബ് അങ്ങാടിയത്ത് എന്നെ ആ രൂപതയിലേക്ക് ക്ഷണിക്കുകയും ആ രൂപതയുടെ ഒരു ഭാഗമായിട്ട് പിന്നീട് ഞാൻ പ്രവർത്തിക്കുകയും അങ്ങനെ ആ 2011 മുതൽ ഞാൻ ചിക്കാഗോ കത്തീഡ്രൽ പള്ളിയുടെ വികാരിയായിട്ട് നിയമിതനായി. അതിനുശേഷം 2014 ഞാൻ ഒരു സഹായ മെത്രാനായിട്ട് ഉയർത്തപ്പെടുകയും 2022 ഞാൻ ആ രൂപതയുടെ ഒരു മെത്രാനായിട്ട് നിയമിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെയാണ് എൻ്റെ ചരിത്രം പോകുന്നത്. പിതാവ്, ഇപ്പോൾ അമേരിക്കയിലേക്ക് ഇനി ഒരുപാട് ആളുകൾ സ്വപ്നം കാണുന്ന രാജ്യമാണ് അമേരിക്ക. അപ്പോൾ അമേരിക്കയിലേക്ക് പോകുന്ന ആളുകൾക്ക് പിതാവിന് കൊടുക്കാനുള്ള ഒരു ഉപദേശം എന്താണ്? ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൻ്റെ ഒരു വലിയ പ്രത്യേകതയാണ് അമേരിക്ക, കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, ഇംഗ്ലണ്ട് തുടങ്ങിയ പാശ്ചാത്യ നാടുകളിലേക്ക് വളരെയധികം പേര് ഇവിടെ നിന്നും പഠനാവശ്യങ്ങൾക്കോ ജോലി സംബന്ധമായോ ഒക്കെ ഇവിടെ നിന്നും പോകുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ചിലർ അതിൽ ആശങ്കാകുലരായിട്ടുള്ള ചില ആളുകളുണ്ട്. ഇങ്ങനെ ആളുകൾ പോയാൽ നമ്മുടെ നാടിന് ബാക്കി അത് നഷ്ടമാകുമല്ലോ എന്ന് വിചാരിക്കുന്നവരുണ്ട്. എന്നാൽ നമ്മളുടെ ഓരോ കാലഘട്ടത്തിലെ ആവശ്യമനുസരിച്ച് മനുഷ്യൻ പല സ്ഥലങ്ങളിലേക്ക് മൂവ് ചെയ്യുക എന്ന് പറയുന്നത് എല്ലാ കാലഘട്ടങ്ങളിലും ഉണ്ടായിട്ടുള്ള ഒരു വസ്തുതയാണ്. അപ്പോൾ അങ്ങനെ പോകുന്നത് അതിനാൽ തന്നെ അതൊരു വലിയ ഒരു കുറവായിട്ട് നമ്മൾ കാണേണ്ടതില്ല. എന്നാൽ അവർ അവിടെ ചെല്ലുമ്പോൾ അവർ ഇവിടത്തെ പോലെ തന്നെ ആ സഭയുമായിട്ടും വിശ്വാസവുമായിട്ടും അവർ ബന്ധപ്പെടുകയും ആ ബന്ധത്തിൽ അവർ നിലനിന്നുകൊണ്ട് വളരുകയും ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പോൾ ഇവിടെ നിന്ന് പോകുന്നവരോട് എനിക്ക് പ്രത്യേകമായിട്ടും പറയാനുള്ളത്, നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങൾ അവിടെ ചെല്ലുന്നത് വെറുതെ ഒരു ജീവസന്ധാരണത്തിന് വേണ്ടി, അല്ലെങ്കിൽ നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ വയറ്റിപ്പഴപ്പിന് വേണ്ടിയിട്ട് പോകുന്നു എന്നുള്ളതല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദൈവം നമ്മളെ അവിടേക്ക് അയക്കുന്നതാണ് എന്നുള്ള മനോഭാവത്തിൽ നമ്മളൊരു പ്രേക്ഷിതയാണ്. ആ പ്രേക്ഷിതരായിട്ടാണ് ഞാൻ അവിടേക്ക് പോകുന്നത്. ദൈവം അങ്ങനെ ഒരു ഉപാധിയായിട്ട് എന്നെ അവിടേക്ക് അയച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് ഒരു ദൈവിക പദ്ധതിയുടെ ഭാഗമായിട്ട് ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ വിശ്വാസം ആവശ്യപ്പെടുന്ന പല കാര്യങ്ങളിൽ ഞാനൊരു സമർപ്പണം നടത്തേണ്ടതുണ്ട്, ഞാൻ അതിനെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ മറക്കാതിരിക്കുക. അപ്പോൾ ഞാൻ അവിടെയും ഒരു പ്രേക്ഷിതനായിരിക്കും എന്നുള്ള വിചാരം നമുക്കുണ്ടാകണം. അപ്പോൾ ഇവിടുന്ന് പോയാലും നമുക്ക് നമ്മുടെ ആ വേരുകൾ നഷ്ടപ്പെടാതിരിക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. അവിടെയുള്ള നമ്മുടെ ദേവാലയങ്ങളുമായിട്ട് ബന്ധപ്പെടുകയും അവിടുത്തെ വൈദികരുമായിട്ട് ബന്ധപ്പെടുകയും അങ്ങനെ ഇവിടെ ആയിരുന്നാലും അവിടെ ആയിരുന്നാലും ഞാൻ ദൈവത്തിൻ്റെ ഒരു പ്രേക്ഷിതനാണ് എന്ന രീതിയിൽ വേണം നമ്മൾ പെരുമാറുവാനും അവിടെ ആയിരിക്കുവാനും. നമ്മുടെ മാതാപിതാക്കൾ ഇപ്പോൾ കുട്ടികളൊക്കെ പുറം ലോകത്തേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അവർ അവിടെ ദേവാലയങ്ങളുമായി ബന്ധപ്പെടുന്നുണ്ടോ, അവരവിടെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നുണ്ടോ, അവർ വിശ്വാസ പരിശീലന കാര്യങ്ങളിൽ അവർ ശ്രദ്ധിക്കുന്നുണ്ടോ. വെറും സാമ്പത്തികമായ ഒരു മേന്മയെ മാത്രം നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് അന്യനാടുകളിലേക്ക് നമ്മൾ പോകുന്നവരല്ല. പിന്നെയോ ഇവിടുന്ന് ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ ഇവിടുന്ന് മൂവ് ചെയ്യണം എന്ന് വെച്ചുകൊണ്ട് എൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളിൽ നിന്ന് ഞാൻ ഒരിക്കലും മാറിപ്പോകുകയില്ല. ഞാൻ ഇവിടെ ആയിരുന്നാലും അവിടെ ആയിരുന്നാലും അതെല്ലാം ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് ഞാൻ ജീവിക്കും എന്നുള്ള ഒരു ദൃഢനിശ്ചയം നമുക്ക് ഉണ്ടാകേണ്ടതാണ്.
ജോയി ആലപ്പാട്ട് പിതാവാണ് ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചത്. പിതാവിൻ്റെ അമേരിക്കയിലെ എല്ലാ ശുശ്രൂഷകൾക്കും ഈശോയുടെ എല്ലാ അനുഗ്രഹവും ഉണ്ടാകുന്നതിനായിട്ട് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. അമേരിക്കയിലേക്ക് എത്തുന്ന മലയാളികൾ അടക്കമുള്ള എല്ലാ പ്രവാസികൾക്കും സിറോ മലബാർ സഭയുടെ ശുശ്രൂഷകൾ ഒരു അനുഗ്രഹമായി മാറുവാൻ, അവരെ ക്രിസ്തുവിലേക്ക് നയിക്കാനുള്ള മാർഗമായി മാറുന്നതിന് വേണ്ടി നമുക്ക് എല്ലാ ആശംസകളും പ്രാർത്ഥനകളും പിതാവിന് നേരാം. പിതാവ് നന്ദി. താങ്ക് യു.